ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇറങ്ങുന്നത്. അതായത് 12 മണിയായപ്പോൾ നമ്മൾ പീക്കിന് ഓണാക്കി വെച്ചു. പക്ഷേ 1 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചു. എനിക്കെന്തോ രാവിലെ മുതലൊരു മൂഡ് ഔട്ട്, ഇറങ്ങാനൊന്നും തോന്നല്ല. പക്ഷേ നമുക്ക് കുറച്ച് കടമുണ്ട്, അപ്പോൾ ഇറങ്ങാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ സൊമാറ്റോയിൽ ഡയമണ്ട് അടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് ലീവൊക്കെ എടുത്തു. സോ ഇനി സ്റ്റാർസ് ഒന്നും അങ്ങനെ ഇല്ല. ഇനി ഞാൻ ലീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരെ ബ്രോൺസിലോട്ട് പോകും. സോ അത് വരാതിരിക്കാൻ എന്തായാലും ഇറങ്ങാം. ഇപ്പോൾ 1 മണിയായി, എന്തായാലും 3 മണി വരെ ഉള്ളൂ ടൈം. ഈ 3 മണിക്കകത്ത് ഒരു 2-3 ഓർഡർ മാക്സിമം. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് വൈകുന്നേരം നോക്കാം. ഇപ്പം മിനിമം ടാർഗറ്റ് 10 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 10 അടിച്ചാലേ 175 കിട്ടത്തുള്ളൂ. സോ നമുക്ക് നോക്കാം ഇന്ന് എന്തെങ്കിലും കിട്ടുമെന്ന്. പിന്നെ മഴക്കാറൊക്കെ വരുന്നുണ്ട് ഫുള്ള്. അപ്പോൾ മഴ വല്ലതും പെയ്യോ ഇല്ലയെന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഇന്നത്തെ കാര്യം നല്ല ഷോക്കായിപ്പോയി. കാരണം 530 രൂപ മാത്രമേ ഏൺ ചെയ്തുള്ളൂ. ഇൻസെൻറ്റീവ് 60 മാത്രമേ കിട്ടിയുള്ളൂ. അതായത് ഓരോ ഓർഡറിൽ 10 ഓർഡർ അടിച്ചിരുന്നെങ്കിൽ 175 കിട്ടിയേനെ. 10 ഓർഡർ അടിക്കാനായിട്ട് കുറേ ലേറ്റായി. അതായത് ഞാൻ ഉച്ചയ്ക്ക് താമസിച്ചാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ആകെ 3 ഓർഡറേ കിട്ടിയുള്ളൂ. ബാക്കി ഈവനിങ് എടുക്കാമെന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. 7 ഓർഡർ കിട്ടിയേനെ, അത് കിട്ടുമായിരുന്നു. 11:10 ആയപ്പോഴത്തേക്കും ഒരു ഓർഡർ അടിച്ചു. 11:20 ആയപ്പം ഞാൻ ആ സ്ഥലത്തെത്തി. കസ്റ്റമറിനെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ഓർഡർ ചെയ്തിട്ടില്ല, ഇത് വേറെ എവിടുന്നോ വന്നതാണ്, സോ നിങ്ങൾക്ക് റോങ് നമ്പറാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ കോള് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. സോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് കിളി പറഞ്ഞ് നിൽക്കുമായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല ആ സമയത്ത്. കാരണം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ വെച്ചിട്ട് നമുക്ക് കസ്റ്റമർ കെയറിനെ വിളിക്കാൻ പറ്റത്തില്ല. വീണ്ടും കസ്റ്റമറിനെ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അവർ പറയുന്നു, നമ്മൾ ഒരു തവണ കസ്റ്റമറുമായിട്ട് സംസാരിച്ചു, സോ ആ കസ്റ്റമറിന് എന്നെ ഫുഡ് കൊടുക്കണമെന്ന്. ഞാൻ ഒരുപാട് തവണ വീണ്ടും തിരിച്ച് വിളിച്ച് നോക്കി, എടുത്തില്ല. ഒടുക്കെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ നിന്നപ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ കസ്റ്റമർ എടുത്തിട്ട് പറയുവാണ്, സോറി അതെൻ്റെ മോൻ ഓർഡർ ചെയ്തതാണ്, അത് മാറിപ്പോയി, നമ്മളിപ്പോൾ സ്ഥലത്തില്ല, സോ അതുകൊണ്ട് നമ്പർ കൊടുത്തതാണെന്ന്. അവസ്ഥ ആലോചിച്ച് നോക്കണം. 15-20 മിനിറ്റ് അവിടെ നിന്ന് ആ കസ്റ്റമറിനെ കണക്ട് ചെയ്യാൻ പറ്റാതെ. ഒടുക്കം മോനൊക്കെ വന്ന് അതും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ആ ഒരു ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടൈം 11:40 പിന്നെ തിരിച്ച് സോണി വന്നപ്പോഴത്തേക്കും 11:55 കഴിഞ്ഞു. പിന്നെ കറക്റ്റ് 12 വരെ നിന്നു. ഒരു ഓർഡറും കിട്ടിയില്ല. ഒറ്റ ഓർഡറിൻ്റെ ഇതിലാണ് എനിക്ക് ടോട്ടൽ ഇൻസെൻറ്റീവ് പോയത്. അല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് എങ്ങനെ പോയാലും 700 രൂപ അടുപ്പിച്ച് കിട്ടേണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി റീഷെഡ്യൂൾ ചെയ്യണം. ഈ ഒരു 12 മണി വരെയുള്ള ഓട്ടം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് 10 മണി വരെ ആക്കണം. രാവിലെ 9 മണി 11 ഉള്ളത് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന ടാർഗറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കതെന്തായാലും ഞാനത് ശനിയാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. എന്തായാലും വ്യാഴം വെള്ളി അങ്ങ് പോയി. എന്തായാലും നമുക്കിനി ശനിയാഴ്ച മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശനി ഞായറുമൊക്കെ, ഞായറാഴ്ച ഫുൾ ടൈം ഒന്ന് നിന്നാലൊന്ന് ആലോചിക്കുകയാണ്. കാരണം ഈ വീക്കിലെ പേയ്മെൻറ്റ് നല്ല ശോകമാണ്. കാരണം ഈ 3 ദിവസം ഓടിയിട്ട് എറൗണ്ട് 2040 രൂപ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയല്ല. കഴിഞ്ഞ ആഴ്ച 2 ദിവസം കൊണ്ട് 2000 രൂപ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ 3 ദിവസമായിട്ട് 2040 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള 4 ദിവസവും കൂടെ എങ്ങനെ പോയാലും ഒരു 4 രൂപയെങ്കിലും ഏൺ ചെയ്താൽ മാത്രമേ 6000 രൂപയെങ്കിലും എത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.